അപ്പോഴേ നമ്മൾ ഇന്ന് രാവിലെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ സർവീസ് വയറിൻ്റെ മേളിലോട്ടൊക്കെ ചില്ലകളൊക്കെ വെട്ടുന്ന തിരക്കില്ല. അപ്പം വരില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ വന്നു, ഒരു 12:30 ആയപ്പോഴത്തേക്ക് വന്നു കേട്ടോ, കറണ്ട് വന്നു. അപ്പം എന്തായാലും ഞാൻ 4 മണിയായപ്പോൾ നമ്മുടെ അരി ഉഴുന്നൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അരച്ച് വെക്കുക, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തണുപ്പ് സീസണല്ലേ, അപ്പോൾ കുറച്ച് നേരത്തെ അരച്ച് വെച്ചാലേ പുളിക്കുള്ളൂ. എനിക്കിപ്പോൾ പുളിയുള്ള ഇഡ്ഡലിയാണ് ഇഷ്ടം. അങ്ങനെ പുളിക്കാത്ത ഇഡ്ഡലിയും ദോശയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഇച്ചിരി കൂടുതൽ ഞാൻ അരച്ച് വെക്കും. കാരണം അരയ്ക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ, ഇവിടെ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുള്ളൂ. പക്ഷേ അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് 2-3 ദിവസത്തേക്കുള്ളത് ഒന്നിച്ച് അരച്ച് വെക്കും കേട്ടോ. അപ്പോൾ അതിന് ആദ്യം ഉഴുന്നാണ് ഞാൻ ആദ്യം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് കൂടുതൽ ഉഴുന്നെടുക്കും, കുറച്ച് മയവും സോഫ്റ്റ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അരി അരയ്ക്കുമ്പോൾ അതൊന്ന് കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കും. പിന്നെ രണ്ടാമത് വീണ്ടും അരി ഇടുമ്പോൾ അതിനകത്തോട്ട് ചോറും അരിയും കൂടെ ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് ഈ മാവ് എല്ലാം കൂടെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യും. ഉപ്പിടാറില്ല കേട്ടോ, ഞാൻ പിറ്റേ ദിവസമേ ഉപ്പിടാറുള്ളൂ. പിന്നെ ഇനി തണുക്കില്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ച് തണുക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം തണുക്കില്ല എന്നുള്ളത്, നമ്മൾ പൊങ്ങില്ല പുളിക്കില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നല്ല തിളപ്പിച്ച വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് അത് 2 പാത്രത്തിലേക്ക് ആക്കി വയ്ക്കും. നല്ല വാവട്ടുള്ള പാത്രത്തിലാക്കി വെച്ചിട്ട് ഈ മാവും 2 പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് ആ ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ ഈ മാവ് അടച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് പൊങ്ങുകയും ചെയ്യും, പുളിക്കുകയും ചെയ്യും. ഇത് വൃത്തിയാക്കി ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം.